ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ നട്ട പയർ കുറ്റിപ്പയറാണെന്നും അത് വളർന്നതിനെ കുറിച്ചിട്ടും മഴക്കാലത്ത് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടൊക്കെ. പക്ഷേ ഈ വളർന്നു വന്നപ്പോൾ പയറല്ല, ഇത് വള്ളിപ്പയറാണ്. ഇന്റർലോക്കിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ പന്തലിടാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പന്തലിന് പകരമായിട്ട് ഇടുന്ന ഒരു തൂണാണ് ഈ കാണുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റി വെക്കാം. ഇത് 2 തൂണാണുള്ളത്. ഇതിൻ്റെ മേളിലായിട്ട് റിങ് പോലെ ഉണ്ട്. ആ റിങ് രണ്ടും കൂടി ചേർത്ത് കെട്ടാം. അതല്ല റിങ്ങിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഏത് സൈഡിലൊക്കെ വേണമെങ്കിലും കയറി കെട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. പയർ ചെടിക്കായതുകൊണ്ട് നമ്മളൊരു വേലിപ്പന്തല പോലെയാണ് കെട്ടുന്നത്, നെറ്റാണ് കെട്ടുന്നത്. അപ്പം നെറ്റ് ഇങ്ങനെ നമുക്ക് 2 സൈഡിലായിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ പടർന്ന് ഇതിലേക്ക് കയറിക്കോളും. റിങ് പന്തലിടാൻ വന്നവരെ കൊണ്ട് നമ്മൾ പറഞ്ഞ് ഇങ്ങനെ റിങ് പന്തലിടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടു നോക്കാം. അങ്ങനെ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഇത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി പയർ പടർന്നു കഴിയുമ്പോൾ കാണിക്കാം. റംബൂട്ടാനിൽ കായൊക്കെ പഴുത്ത് തുടങ്ങി. ആദ്യമായിട്ടാണ് വീട്ടിൽ റംബൂട്ടാൻ ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും നമ്മുടെ വീട്ടിലും ഇതുണ്ടായിട്ടുണ്ട്. ഇത് ബഡ് ചെയ്ത തൈയായിരുന്നു, എന്നാലും ഇത് കുറച്ച് നാളെടുത്തു കായ്ക്കാനായിട്ട്. ഇത് കായ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം പറയാം. ആദ്യമായിട്ട് ഞാൻ ചെയ്തത്, നമുക്ക് ഏത് പ്ലാന്റ്സ് ആണെങ്കിലും കായ്ക്കാതെ നിൽക്കുന്ന പ്ലാന്റ്സ് കായ്ക്കാനായിട്ട് അതിൻ്റെ ചുവട്ടിൽ നമ്മൾ നന്നായിട്ട് തടം എടുത്തിട്ട് അതിൽ നമ്മൾ കരിയില കത്തിച്ച ചാരം തന്നെ, കരിയില കത്തിച്ചത് തന്നെ വേണം. ഇത് കത്തിച്ച ചാരം എടുത്തിട്ട് 2 ദിവസം നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിക്കാനായിട്ട് വെക്കണം. എന്നിട്ട് അത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ചെയ്യേണ്ടത് വേനൽക്കാലത്തായിരിക്കണം. വേനൽക്കാലത്ത് ഒരു 2 പ്രാവശ്യമായിട്ട് നമ്മളിത് ചെയ്തു കൊടുക്കണം. കായ പിടിക്കാൻ പ്രായമായ പ്ലാന്റ്സിന് ചെയ്ത് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ കായ പിടിക്കാറൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സിന് നമുക്കിങ്ങനെ ചെയ്തു കൊടുക്കാം. ഈ കാണുന്ന പ്ലാന്റ് മണിത്തക്കാളി എന്ന് പറയും. ഇത് നമ്മുടെ വയറ്റിലുണ്ടാകുന്ന പുണ്ണിന്, അൾസർ അതുപോലുള്ള പുണ്ണിനൊക്കെ പരിഹാരമായിട്ട് ഉപയോഗിക്കുമെന്നൊക്കെ പറയുന്നു. അപ്പം നമ്മളെന്തായാലും ഇത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കായും പിടിച്ചിട്ടുണ്ട്. ഇത് കിളിയും കാക്കയും ഒക്കെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് പറിച്ചുകൊണ്ട് പോയിട്ട് കൊടുക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളകാണിത്. മുളകിലും കായൊക്കെ പിടിക്കുന്നുണ്ട്. മഴക്കാലത്ത് നമ്മൾ മുളക് നടാത്തവരുണ്ടെങ്കിൽ എന്തായാലും നട്ടു കൊടുക്കണം. ഇത് നമ്മുടെ ഒരു ചെടിയാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. മഴ സമയത്ത് നമ്മുടെ ആത്തയിലുണ്ടായിരുന്ന മീലി ബഗും വെള്ളീച്ച ഇതെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആത്ത എല്ലാവരും നല്ല ഫ്രഷായിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്കിത് മഴ മാറി നിൽക്കുമ്പോൾ വെള്ളീച്ചയോ മീനിബക്കോ ഒന്നും പിടിക്കാതിരിക്കാം നമുക്ക് വേപ്പെണ്ണ തളിച്ചു കൊടുക്കാം. അപ്പോൾ കായിൽ നമുക്ക് കവറൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മഴ സമയത്ത് കായിൽ വേറെ കീടങ്ങളുടെ ആക്രമണമൊന്നും കൃഷി ചെയ്യുന്നവരൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒന്നാണ് വേപ്പ്. ഈ ആര്യവേപ്പ് നമുക്ക് കൃഷിക്ക് ആവശ്യമായ എല്ലാത്തിനും പരിഹാരമായിട്ട്, വളമായിട്ടും കീടനാശിനിയായിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ എൻ്റെ കൃഷി വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.